300 ആളുകളെ കൊന്ന ഭീകരമുതല. പട്ടാളക്കാരും വേട്ടക്കാരും ഗവേഷകരും വരെ പിടികൂടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. ശരീരത്തിൽ വെടിയുണ്ടയേറ്റ അനേകം പാടുകളും ഒരു തോളിനടുത്ത് ആഴത്തിലുള്ള മുറിവും. അസാധാരണമായ വലിപ്പം കൊണ്ടും നരഭോജി എന്ന നിലയിലുള്ള ഖ്യാതി കൊണ്ടും ആളുകൾക്കിടയിൽ പേടി സ്വപ്നമായി മാറിയ ഒരു ഭീകര സത്വമുണ്ട്. കക്ഷി ഭൂതമോ പ്രേതമോ ഒന്നുമല്ല, ഒരു മുതലയാണ്. എന്തിനാണ് ആളുകൾ ഒരു മുതലയെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നാകും അല്ലേ ചിന്തിക്കുന്നത്? അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ആഫ്രിക്കൻ രാജ്യം ബുറുണ്ടിയിലെ റുസിസി നദിയിലും ടാങ്കനീങ്ക തടാകത്തിന്റെ വടക്കൻ തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ പേടി സ്വപ്നമായ മുതലയാണ് ഗുസ്താവ്. ഭീമൻ നൈൽ ചീങ്കണ്ണി വിഭാഗത്തിൽപ്പെട്ട ഗുസ്താവിനെ പറ്റി അറിഞ്ഞാലോ? ഏകദേശം 20 അടി നീളവും 1000 കിലോഗ്രാം ഭാരവും ഗുസ്താവിനുണ്ടെന്നാണ് പൊതുവായ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നൈൽ ചീങ്കണ്ണുകളിൽ ഒന്നായിരിക്കും ഇത്. ഇതിനെ പിടികൂടുകയോ കൃത്യമായി അളക്കുകയോ ചെയ്തിട്ടില്ല. കാഴ്ചയിലുള്ള നിഗമനങ്ങളെയും ഫോട്ടോകളെയും ആശ്രയിച്ചുള്ള കണക്കുകളാണിത്. ഈ മുതലയ്ക്ക് 60 വർഷമോ അതിൽ കൂടുതലോ പ്രായമുണ്ടെന്നാണ് ചില ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും കൃത്യമായ സ്ഥിരീകരണമില്ല. പതിറ്റാണ്ടുകൾക്കിടെ 300 മനുഷ്യരെ വരെ ഗുസ്താവ് കൊന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ പ്രചാരണം. അത്രയൊന്നും ഉണ്ടാകില്ലെങ്കിലും പക്ഷേ ഏകദേശം 60 കൊലപാതകങ്ങളെങ്കിലും ഈ മുതല തീർച്ചയായും ചെയ്തിട്ടുണ്ടാകുമെന്നും മറ്റു ചില വിദഗ്ധർ വിശ്വസിക്കുന്നു. വളരെ വലിയ ശരീരഘടനയുള്ള ഗുസ്താവിന്റെ വലിപ്പം മത്സ്യം, മാനുകൾ തുടങ്ങി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇരകളെ വേട്ടയാടാനുള്ള അവന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് മനുഷ്യർ ഉൾപ്പെടെയുള്ള വലുതും വേഗത കുറഞ്ഞതുമായ മൃഗങ്ങളിലേക്ക് അവനെ ആകർഷിക്കുന്നു. റുസുസി നദിയും ടാൻഗനിക്ക തടാകത്തിന്റെ വടക്കൻ തീരങ്ങളും അദ്ദേഹത്തിന്റെ വേട്ടയാടൽ കേന്ദ്രങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു. അവിടെ നാട്ടുകാർ അദ്ദേഹത്തിന്റെ മാരകമായ ഭരണത്തെക്കുറിച്ചുള്ള കഥകൾ വളരെ കാലമായി പറഞ്ഞു നടക്കുന്നു. 1990കളുടെ അവസാനത്തിലും 2000ങ്ങളുടെ തുടക്കത്തിലും ഗുസ്താവിനെ കാണാനുള്ള സാധ്യത ഉയർന്നു വന്നിരുന്നു. 1987 വരെ അദ്ദേഹത്തിന്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. നൈൽ മുതലകൾ സാധാരണയായി ഇരയെ വെള്ളത്തിലേക്ക് വലിച്ചിഴച്ച് തിന്നുമെങ്കിലും ഗുസ്താവ് മനുഷ്യരെ കൊന്ന് അവരുടെ ശരീരം ഉപേക്ഷിക്കുന്നത് ആവർത്തിച്ച് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിചിത്രമായ രീതി ഉപജീവനത്തിന് പകരം വിനോദത്തിന് വേണ്ടിയാണ് മുതല കൊല്ലുന്നതെന്ന് അനുമാനത്തിന് കാരണമായി. ഗുസ്താവിന്റെ ശരീരത്തിലുള്ളതെന്ന് ദൃക്സാക്ഷികൾ വിവരിക്കുന്ന മുറിപ്പാടുകളും പരുക്കുകളും അതിന് തിരിച്ചറിയാൻ സഹായകമാണ്. ഗുസ്താവിന്റെ ശരീരത്തിൽ വെടിയുണ്ടയേറ്റ അനേകം പാടുകളുണ്ട്. മാത്രമല്ല ഒരു തോളിനടുത്ത് ആഴത്തിലുള്ള ഒരു മുറിവുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പട്ടാളക്കാരും വേട്ടക്കാരും പിന്നീട് ഗവേഷകരും ഇതിനെ കൊല്ലാനോ പിടികൂടാനോ നടത്തിയ പരാജയപ്പെട്ട ശ്രമങ്ങളുടെ ഫലമാണ് ഈ മുറിവുകളും അടയാളങ്ങളും. ഈ മുറിവുകളും ഭീമാകാരമായ വലിപ്പവും ചേർന്നതോടെ ഗുസ്താവിനെ കൊല്ലാനാവില്ല എന്നൊരു കഥ പ്രചരിച്ചു. ഇത് സാധാരണ വന്യജീവി എന്ന നിലയിൽ നിന്ന് ഒരു ഭീകര സത്വം എന്ന പ്രതീതി ഗുസ്താവിനെ കുറിച്ച് സൃഷ്ടിച്ചു. ഗുസ്താവിനെ പിടികൂടാനായി സിനിമാ പ്രവർത്തകരും ഗവേഷകരും അടക്കം തീവ്ര പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഇതിനായി വലിയ കെണികളും ഇരകളും ഉപയോഗിച്ച് ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ആർക്കും ഇതുവരെ പിടികൊടുക്കാത്തതിനാൽ തന്നെ ഗുസ്താവിന്റെ ഖ്യാതി ഒരു ഡോക്യുമെന്ററിക്കും പ്രൈമീവൽ ഒരു ഹൊറർ സിനിമയ്ക്കും പ്രചോദനമായി. ഇതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ മുതല എന്ന പദവി ഗുസ്താവ് സ്വന്തമാക്കുകയും ചെയ്തു. ഇന്നും ഗുസ്താവ് ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ആളുകൾക്ക് ഈ ഭീകര സ്വത്വം ഇന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഒരുപക്ഷെ ഗുസ്താവ് മരണപ്പെട്ടിരിക്കാമെന്നും ചില ജന്തുശാസ്ത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്.